السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹശ്ർ സൂറത്തിന്റെ തഫ്സീറാണ്. സൂറത്തുൽ ഹശ്ർ, സൂറത്തുൻ നളീർ എന്നും ഇതിന് പേരുണ്ട്. ഈ സൂറത്ത് മദനിയാണ്, ഹിജറക്ക് മുമ്പ് ഇറങ്ങിയതാണ്. 24 ആയ 24 ആയത്തുകളാണ് ഇതിലുള്ളത്. ഇമാം സഅലബി തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ ഹശ്രി ലം യബ്ഖ ശൈഉം മിനൽ ജന്നതി വന്നാരി വൽ അർശി വൽ കുർസി വസ്സമാവാതി വൽ അർളി വൽ ഹവാമി വൽ റീഹി വസ്സഹാബി വത്വയ്രി വദ്ദവാബി വശ്ശജരി വൽ ജിബാലി വശ്ശംസി വൽ ഖമരി വൽ മലായിക ഇല്ലാ സ്വല്ലു അലൈഹി വസ്തഗ്ഫറു ലഹു ഫഇൻ മാത ഫീ യൗമിഹി ഔ ലൈലതിഹി മാത ഷഹീദ. ആരെങ്കിലും സൂറത്തുൽ ഹശ്ർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഈ ഹദീസിൽ പറയപ്പെട്ട വസ്തുക്കൾ, സ്വർഗം, നരകം, അർശ്, കുർസി, ആകാശം, ഭൂമി, ഇഴജന്തുക്കള്, കാറ്റ്, മേഘങ്ങള്, പക്ഷികള്, മൃഗങ്ങള്, മരങ്ങള്, പർവ്വതങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, മലക്കുകൾ, അവരെല്ലാവരും സ്വല്ലൗ അലൈഹി, ഈ പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൽ നിന്നും സ്വലാത്ത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. വസ്തഗ്ഫറു ലഹു, ഇവനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും, അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആരെങ്കിലും ഈ സൂറത്ത് പാരായണം ചെയ്തിട്ട് അതിന്റെ പകലിൽ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രാത്രിയിൽ മരിച്ചു കഴിഞ്ഞാൽ, അഥവാ അന്നത്തെ ദിവസം മരിച്ചു കഴിഞ്ഞാൽ അവൻ ഷഹീദായിട്ടാണ് മരിക്കുക. ഒരു ഷഹീദിന്റെ പ്രതിഫലം അവനക്ക് ലഭ്യമാകും. ഇങ്ങനെ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. ഈ സൂറത്ത് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം, ഈ സൂറത്തിലാണല്ലോ ലൗ അൻസൽന വരുന്നത്. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത എന്ന ആ ഭാഗം, ഇതിന്റെ അവസാന ഭാഗം, ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തിൽ വരുന്ന ആ ആയത്തുകള് വലിയ മഹത്വമുള്ള ആയത്താണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തുർമുദി മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുകയാണ്, മൻ ഖാല ഹീന യുസ്ബിഹു സലാസ മർറാത്തിൻ അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. ആരെങ്കിലും പ്രഭാത സമയത്ത് 3 പ്രാവശ്യം ഇങ്ങനെ അഊദു ചൊല്ലി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നല്ല, ഹദീസിന്റെ പദം അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 പ്രാവശ്യം ചൊല്ലി. എന്നിട്ട് വഖറഅ സലാസ ആയാത്തിൻ മിൻ ആഖിരി സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തിലെ 3 ആയത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്താൽ, വക്കലല്ലാഹു ബിഹി 70 അൽഫ മലക്കിൻ, അല്ലാഹു തആല അവനിക്ക് വേണ്ടിയിട്ട് 70,000 മലക്കുകളെ നിയോഗിക്കും. യുസല്ലൂന അലൈഹി ഹത്താ യുംസിയ, പ്രഭാതത്തിൽ ഈ ലൗ അൻസൽന ചൊല്ലിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം ഈ പ്രത്യേക രീതിയിൽ അഊദു ഓതിയിട്ട് ലൗ അൻസൽന ഓതിക്കഴിഞ്ഞാൽ 70,000 മലക്കുകളെ അല്ലാഹു തആല അവനിക്ക് വേണ്ടി ഏൽപ്പിക്കും. എന്താണ് അവരുടെ ജോലി? യുസല്ലൂന അലൈഹി, ഇവന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാറും സ്വലാത്തും ആവശ്യപ്പെടുന്നവരായ മലക്കുകളെ. പ്രഭാതത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഹത്താ യുംസിയ, ഇവൻ പ്രദോഷത്തിൽ വൈകുന്നേരമാകുന്നത് വരെ ഇവനിക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തുന്ന 70,000 മലക്കുകൾ അല്ലാഹു തആല നിയോഗിക്കും. അന്നേ ദിവസം രാവിലോ പകലിലൊക്കെ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. സുബൈ സമയത്ത് ഓതിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇസ്തിഗ്ഫാർ നടത്തുന്ന മലക്കുകൾ ഉണ്ടാവും. ആ പകലിൽ വൈകുന്നേരം
മഗ്രിബാകുന്നതിന് മുമ്പ് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് ഇതുപോലെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രഭാതമാകുന്നത് വരെ ഇസ്തിഗ്ഫാർ നടത്താനും സ്വലാത്തുല്ലാനും അല്ലാഹു തആല 70,000 മലക്കുകളെ ഏൽപ്പിക്കും. ആ രാത്രിയിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മാത ഷഹീദൻ, ഷഹീദായിട്ടാണ് അവൻ മരിക്കുക എന്നും ദിവസവും 2 നേരം രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യേണ്ട ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. അതുകൊണ്ട് നമുക്ക് ഇനി അതിന്റെ തഫ്സീർ പഠിക്കാം. ഈ സൂറത്തിനെ കുറിച്ച് സൂറത്തുൻ നദീർ എന്നും പറയപ്പെടാറുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. صدق الله العظيم. മുഫസ്സിർ റഹ്മഹുല്ലാ പറയുന്ന തഫ്സീറിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം നമുക്കൊന്ന് വിവരിക്കാം. ബനുന്നദീർ ഗോത്രക്കാരെ കുറിച്ച് അവതരിച്ചതാണ് ഈ സൂറത്ത്. അവരുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെ ചൊല്ലിയിട്ട് ഇറങ്ങിയതാണ് സൂറത്തുൽ ഹശ്ർ. അതുകൊണ്ട് തന്നെ ബനുന്നദീർ ഗോത്രക്കാരെ ചൊല്ലി ഇറങ്ങിയതായതുകൊണ്ട് സൂറത്തുൽ നദീർ എന്നും ഇതിനിക്ക് പേരുണ്ടെന്ന് പറയപ്പെടാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മക്കയിൽ നിന്നും നബിത്തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന് അതിനു മുമ്പ് തന്നെ നബിത്തങ്ങളെ കൊണ്ട് വിശ്വസിച്ച സ്വഹാബത്ത് മദീനയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ടും അവരുടെ ദഅവത്തിന്റെ ഫലമായിട്ടും അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും മദീനയിൽ ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങി. ശേഷം നബിത്തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നു. ആ ഹിജ്റ വന്ന സമയത്ത് മദീനയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകര്, വിഗ്രഹാരാധകര്, ധാരാളം ആളുകൾ നബിയെ കൊണ്ട് വിശ്വസിച്ചു, മുസ്ലിമായി. അക്കാലഘട്ടത്തില് മദീനയിൽ താമസിക്കുന്നത് 3 ഗോത്രങ്ങളിൽപ്പെട്ട ജൂതന്മാരാണ്. ജൂതന്മാരുടെ 3 ഗോത്രങ്ങളാണ് മദീനയിൽ അക്കാലത്തുണ്ടായിരുന്നത്. അതിലൊന്നാണ് ബനു നദീർ ഗോത്രം, മറ്റൊന്ന് ബനു ഖൈനുഖാ ഗോത്രം, മറ്റൊന്ന് ബനു ഖുറൈള. ഖുറൈള, നദീർ, ഖൈനുഖാ, ഈ 3 ഗോത്രങ്ങളാണ് നബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വരുന്ന കാലഘട്ടത്തിൽ മദീനയിലും പരിസരത്തൊക്കെ താമസിക്കുന്നത്. അങ്ങനെ മദീനയിൽ നബി തങ്ങൾ എത്തി പ്രബോധനം തുടങ്ങിയ ആ സമയത്ത് അവിടെ താമസിക്കുന്ന ജൂതന്മാരോട് ജൂതന്മാരുമായി നബി തങ്ങൾ സന്ധിയിൽ ഏർപ്പെട്ടു. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല, എതിർക്കുകയുമില്ല. നിങ്ങളെ സഹായിക്കാനോ എതിർക്കാനോ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് 2 വിഭാഗവും, മുസ്ലിമീങ്ങളും ജൂതന്മാരും, പരസ്പരം ഒരു കോംപ്രമൈസിലെത്തി, സന്ധിയിലായി. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ പാട്ടിന് പോവുക, സഹായിക്കാനോ എതിർക്കാനോ നിൽക്കണ്ട എന്നൊരു തീരുമാനത്തിലാണ് നബി തങ്ങളും ജൂതന്മാരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നബി തങ്ങൾ മദീനയിലെത്തി 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് റമളാൻ മാസത്തില്, 1-ാം വർഷം റമളാൻ മാസത്തിൽ തന്നെ ബദർ യുദ്ധം നടന്നല്ലോ. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ ബനു നദീർ ഗോത്രക്കാര്, അവര് മദീനയുടെ അടുത്ത് സഹ്റ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഈ നദീർ ഗോത്രം അവര് മൂസാ നബിയുടെ സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ വരുന്ന ജൂതന്മാരാണ് ഈ ബനു നദീറുകാര്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചപ്പോ അവര് പറഞ്ഞു, ഇത് നമ്മുടെ തൗറാത്തില് പറയപ്പെട്ട, വിശേഷിപ്പിക്കപ്പെട്ട, വിവരിക്കപ്പെട്ട
വർണ്ണിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മൾ ഇതുവരെ പോരുന്നത് പോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അവരെ സഹായിക്കാനോ അവരെ ഒറ്റിക്കൊടുക്കാനോ എതിർക്കാനോ നമ്മൾ നിൽക്കണ്ട എന്ന തീരുമാനത്തിൽ തന്നെ ബനു നളീർ ഗോത്രക്കാർ മുന്നോട്ട് പോയി. എന്നാൽ ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ, ഉഹദ് എനിക്ക് ലമ്മായിട്ടാണ് ഉച്ചരിക്കേണ്ടത്, ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നപ്പോ ബനു നളീർ ഗോത്രക്കാര് നബി തങ്ങളുടെ നുബുവത്തിൽ ചെറിയൊരു സംശയം, നമ്മൾ തൗറാത്തിൽ പറയപ്പെട്ട അന്ത്യപ്രവാചകൻ തന്നെയല്ലേ ഈ മുഹമ്മദ് എന്നവർക്കൊരു സംശയം. ഏതായാലും അവർ നബി തങ്ങളെ ഒറ്റിക്കൊടുക്കാനും തകർക്കാനും മദീനയിൽ നിന്ന് ആട്ടിയോടിക്കാനും പ്ലാൻ ചെയ്തു. മുൻപുണ്ടായിരുന്ന അതുവരെ ജീവിച്ചു പോന്നിരുന്ന ആ സന്ധിയും ആ കരാറൊക്കെ അവർ ലംഘിച്ചുകൊണ്ട് അവരുടെ നേതാവ് കഅബ് ഇബ്നുൽ അഷ്റഫ് എന്നവൻ 40 ആളുകളെയും കൂട്ടിയിട്ട് മക്കയിലേക്ക് പോയി. കുറേശികളെ കണ്ടു. കുറേശികളുടെ മൂപ്പൻ അബൂ സുഫിയാനാണ് അന്ന്. കാരണം ബദറും കഴിഞ്ഞ് ഉഹദും കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. അപ്പൊ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് പോരാത്ത തലതൊട്ടപ്പന്മാരെല്ലാം ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അബൂ സുഫിയാനാണ് അന്ന് കാഫിറാണ്. മക്കഫത്തിന്റെ ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആവുന്നത്. ഈ അബൂ സുഫിയാനിന്റെ അടുക്കലേക്ക് പോയി. അങ്ങനെ അവര് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു. കഅബയുടെ അടുക്കൽ വെച്ചിട്ട് അബൂ സുഫിയാനുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടുകയാണ്. നിങ്ങൾ മുഹമ്മദിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് വരണം, ഞങ്ങൾ വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്യാം, സഹായങ്ങളെല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിവരം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ മുഖേന വഹയായിട്ട് നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അപ്പൊ കരാർ ലംഘിച്ച് നബി തങ്ങളെയും സ്വഹാബത്തിനെയും ചതിക്കാനും മുസ്ലിമീങ്ങളായ ആളുകളെ വഞ്ചിക്കാനും ഇവർ തീരുമാനിച്ചപ്പോ നബി തങ്ങള് കഅബ് ഇബ്നുൽ അഷ്റഫിനെ കൊല്ലാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ കഅബ് ഇബ്നുൽ അഷ്റഫിന്റെ മുലകുടി ബന്ധത്താലുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തെ കൊന്നു. കൊന്ന ഉടനെ തന്നെ നബി തങ്ങള് ആ ഗോത്രവുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ നബി തങ്ങൾ ആ ഗോത്രത്തിലേക്ക്, അവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ പേര് സഹ്റ എന്നാണെന്ന് പറഞ്ഞല്ലോ, ആ പ്രദേശത്തേക്ക് നബിയും സ്വഹാബത്തും ഇവരെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. കരാർ ലംഘിച്ച് ചതിച്ചതായ ഈ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് കഅബ് ഇബ്നുൽ അഷ്റഫ് കൊല്ലപ്പെട്ട ആ ഒരു സങ്കടത്തിലും വിഷമത്തിലൊക്കെയാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മദീനയിൽ നിന്ന് പുറത്തു പോകണം, ഈ നാട്ടിൽ നിങ്ങൾ പോവണം, നിങ്ങൾ ചതിയന്മാരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ പോവില്ല, അതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് മരിക്കലാണ് എന്ന് പറഞ്ഞ് അവരുടെ കോട്ടയിൽ കയറി ഒളിച്ചു. അവരുടെ കോട്ടയിൽ കയറി ഒളിച്ചു. ആ സമയത്ത് മുനാഫിക്കീങ്ങളിൽപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സലൂലും കൂട്ടരും, അവർ പുറത്തേക്ക് മുസ്ലിമീങ്ങളാണ്, അകത്ത് കാഫിരീങ്ങളാണ്, കപടവിശ്വാസികളാണ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂലിന്റെ നേതൃത്വത്തിൽ ഏതാനും മുനാഫിക്കീങ്ങള് ഈ ബനു നളീർ ഗോത്രങ്ങളിലേക്ക് അവരുടെ കോട്ടയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ലാ യഖ്റുജു, ഒരിക്കലും നിങ്ങൾ പുറത്തിറങ്ങരുത്. കരാർ ചെയ്തു. അല്ലാ യഖ്റുജു മിനൽ ഹിസ്നി, കോട്ടയിൽ നിന്ന് ഒരിക്കലും അവർ പുറത്തിറങ്ങരുത് എന്നൊരു കരാറിൽ ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂല് നളീറുകാരോട് അവരോട് പോയിട്ട് കൽപ്പിച്ചു. കരാർ ചെയ്തു പറഞ്ഞാൽ കൽപ്പിച്ചു, നിങ്ങൾ പോയിട്ട് അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂല് ബനു നളീർ ഗോത്രക്കാരിലേക്ക് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഈ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഫൈൻ ഖാതലൂക്കും ഫനഹ്നു മഅക്കും, മുഹമ്മദും കൂട്ടരും നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ ഫനഹ്നു മഅക്കും, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പോവാൻ സാഹചര്യം ഒരുക്കൂല, നിങ്ങളെ പുറത്താക്കാൻ തുനിഞ്ഞ മുഹമ്മദിനെയും കൂട്ടരെയും ഞങ്ങളും തകർക്കാൻ കൂടെ ഉണ്ടാവും, നിങ്ങൾ എന്തായാലും ഞങ്ങൾ സഹായിക്കും. ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ കൂട്ടായിട്ടുള്ള സംയുക്തമായിട്ട് നമ്മൾ മുഹമ്മദിനെതിരെ പ്രതിരോധിക്കുമ്പോൾ ബൈ ചാൻസ് നമുക്ക് നാശവും നഷ്ടവും പരാജയവും വരികയാണെങ്കിൽ നിങ്ങൾ പുറത്തു പോവേണ്ടി വന്നാൽ വല ഇൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅക്കും, നിങ്ങൾ ഈ മദീന വിട്ട് പോവേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല, ഞങ്ങളും കൂടെ പോരും എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ എന്ന കപടവിശ്വാസിയുടെയും മുനാഫിക്കിന്റെയും അവന്റെ അനുയായികളുടെയും ഈ വാഗ്ദാനങ്ങളൊക്കെ കേട്ട് നളീർ ഗോത്രക്കാർ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അങ്ങനെ അവർ സംയുക്തമായിട്ട് നബിയെ വഞ്ചിക്കാൻ തീരുമാനിച്ചു, കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ തീരുമാനം, നബി തങ്ങൾ ആ കോട്ട ഉപരോധിച്ചു. 21 ദിവസം നളീർ ഗോത്രക്കാർ താമസിച്ച ആ കോട്ട നബി തങ്ങളും സഹാബത്തും വളഞ്ഞു, ഉപരോധിച്ചു. ഈ ബനു നളീർ ഗോത്രക്കാര് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിന്റെ തീരുമാനപ്രകാരം അവിടെ തന്നെ തങ്ങി നിൽക്കുകയാണ്. അവസാനം പിന്നെ ഗത്യന്തരമില്ലാതെ പുറത്തു പോരേണ്ടി വന്നു. ഒരു കോട്ടക്കകത്ത് താമസിക്കുന്നതിന് പരിമിതി ഉണ്ടല്ലോ, ഭക്ഷണങ്ങളും മറ്റൊക്കെ കിട്ടണമെങ്കിൽ. അങ്ങനെ പിന്നെ അവർക്ക് പേടിയായി. അങ്ങനെ തിരിച്ച് അവർ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ആ പുറത്തിറങ്ങുന്ന സമയത്ത് നബി തങ്ങളുമായിട്ട് അവരൊരു കോംപ്രമൈസ് ചർച്ച, ആ ചർച്ചയിൽ അവർ തീരുമാനിച്ച് 30 ആളുകൾ നമ്മളും പോവുക, മുഹമ്മദും ഒരു 30 ആളുകളും അവരും വരട്ടെ, എന്നിട്ട് നമ്മൾക്ക് ചർച്ച ചെയ്ത് കൂടിയിരുന്ന് തീരുമാനിക്കാം, യുദ്ധത്തിലേക്കോ മറ്റുള്ള നടപടികളിലേക്കൊന്നും 2 വിഭാഗവും നീങ്ങണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. അങ്ങനെ 30 ആളുകൾ പോവുക, അവർ 30 ആളുകൾ വരട്ടെ എന്നാണ് അവർ തീരുമാനിച്ചത്. നബി തങ്ങളോട് ഈ വിവരം അവർ ദൂതന്മാരെ മുഖേന അറിയിച്ചു. ദൂതർ വന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങളും അംഗീകരിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ നബിയും ഒരു 30 സ്വഹാബത്തും അവരിൽപ്പെട്ട ഒരു 30 ആളുകളും കൂടി ചർച്ച ചെയ്യാൻ തീരുമാനമായി. ഒരു ധാരണയിലെത്താൻ, യുദ്ധം വേണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ ചർച്ച കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ധാരണയിലെത്താൻ തീരുമാനിച്ചു. പക്ഷെ അവർക്ക് പിന്നീട് തോന്നി, മുഹമ്മദിന്റെ കൂടെ 30 ആളുകൾ വരുമ്പോ അവര് മരിക്കാൻ റെഡി ആയിട്ട് വരുന്ന ആളുകളാ. കൈഫ തതഖല്ലസൂന ഇലൈഹി വമഅഹു 30 റജുലൻ മിൻ അസ്ഹാബിഹി കുല്ലുഹും യുഹിബ്ബുൽ മൗത. ആ 30 ആളുകളുടെ അടുത്തേക്ക്, മുഹമ്മദിന്റെ കൂടെയുള്ള 30 ആളുകളുടെ അടുത്ത് പോയാൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോരും തോന്നുന്നില്ല. കാരണം അവര് ആദ്യമേ മരിക്കാൻ താല്പര്യപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. മരണം അവർക്കൊരു പ്രശ്നമേ അല്ല, ഷഹീദാവാൻ കൊതിച്ച് നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് ഈ തീരുമാനം മാറ്റിയിട്ട് മുഹമ്മദിനെ തീരുമാനം മാറ്റി അറിയിക്കാം. അങ്ങനെ അവർ നബി തങ്ങളോട് പറഞ്ഞു, 30 ആളുകളാവുമ്പോൾ ടോട്ടൽ 60 ആളുകൾ ഉണ്ടാവും. 60 ആളുകളിൽ ചർച്ചയ്ക്ക് ഇരുന്ന ആ ചർച്ച തീരുമാനമാവോ, ബഹളാവില്ലേ? അപ്പൊ നമുക്ക് കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനും മനസ്സിലാക്കാനൊന്നും കേൾക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അത്രയൊന്നും വേണ്ട, 3 ആളുകൾ മതി. 3 ആള് നിങ്ങളും ഞങ്ങളിൽപ്പെട്ട 3 പണ്ഡിതന്മാരും എന്നവര് നബി തങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിൽപ്പെട്ട 3 പണ്ഡിതന്മാര് നീയുമായിട്ട് സംസാരിച്ച് നീ യഥാർത്ഥ പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവര് നിന്നെ കൊണ്ട് വിശ്വസിക്കും. ആ പണ്ഡിതന്മാര് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞു. നബി തങ്ങളോട് ഇങ്ങനെയാണ് ഇവര് പറഞ്ഞതെങ്കിലും ഇവര് 3 ആളുകൾ നബി തങ്ങളുമായിട്ട് ചർച്ചക്ക് വരുമ്പോ, സ്വഹാബത്ത് നബി തങ്ങളുടെ കൂടെ നബി തങ്ങൾ ഉൾപ്പെടെ 3 ആളുകളാണല്ലോ, അവർ 3 ആളും മുസ്ലിമീങ്ങൾ 3 പേരും. ഇതിന്റെ ഇടയിൽ ഈ 6 അംഗ സംഘം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോ ചതിയിലൂടെ ബാക്കിയുള്ള ആളുകൾ വന്ന് നബിയെയും സ്വഹാബത്തിനെയും വകവരുത്താം എന്നായിരുന്നു അവരുടെ തീരുമാനം. ഇങ്ങനെ ചതിയിലൂടെ കൊല്ലാനാണ് തീരുമാനമെന്നത് ജൂതന്മാരിൽപ്പെട്ട ഒരു സ്ത്രീ തന്റെ സഹോദരന് വിവരം അറിയിച്ചു. തന്റെ സഹോദരൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട അൻസാരിയായ സ്വഹാബിയ. ആ സ്വഹാബിയോട് തന്റെ ആങ്ങളെ കൊല്ലപ്പെടുമെന്നൊക്കെ പേടിച്ചപ്പോ പെങ്ങള് ആങ്ങൾക്ക് വിവരം കൊടുത്തു. ഈ സ്വഹാബി പെട്ടെന്ന് നബി തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. നബി തങ്ങള് ഈ 3 അംഗ സംഘം, നബി തങ്ങളുടെ കൂടെയുള്ള ഈ 3 അംഗ വിഭാഗം ചർച്ചയിലേക്ക് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പെട്ടെന്ന് നബി തങ്ങളെ സമീപിച്ചു, വിവരങ്ങൾ കൈമാറി. അങ്ങനെ ഇവർ ഈ കുതന്ത്രത്തിലൂടെ ചതിക്കാനാണ്, കൊല്ലാനാണ് തീരുമാനമെന്ന് നബി തങ്ങൾ അറിഞ്ഞപ്പോ നബി തങ്ങള് ചർച്ചക്ക് പോയില്ല. പിറ്റേന്ന് നബി തങ്ങള് നേരെ യുദ്ധത്തിന് വേണ്ടി പോയിട്ട് അവരെ 21 ദിവസം, അപ്പോഴാണ് അവരെ 21 ദിവസം നബി തങ്ങൾ പിന്നെ ഉപരോധിക്കുന്നത്, യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അവസാനം പിന്നെ അവര് കോട്ടയിൽ നിന്ന് ഇറങ്ങി വന്ന് സന്ധി ചെയ്യാൻ തീരുമാനിച്ചു.
അപ്പൊ നബി തങ്ങളുടെ തീരുമാനത്തിന് അവര് വിധേയപ്പെടാമെന്ന് അംഗീകരിച്ചു. നബി തങ്ങൾ അവരോട് ഈ നാട് വിട്ട് പോവാൻ പറഞ്ഞു. ഈ നാട്ടിൽ നിങ്ങൾ പോവണം. അങ്ങനെ ബനു നദീർ ഗോത്രക്കാര് നബി തങ്ങളെ ചതിച്ച് കൊല്ലാൻ നോക്കിയത് കൊണ്ടും മക്കാരുമായി പോയിട്ട് കഅബുൽ അഷ്റഫ് മക്കയിലേക്ക് പോയല്ലോ, അവിടെ പോയിട്ട് മദീന നിവാസികളായ നബി തങ്ങളെയും കൂട്ടരെയും കൊല്ലാനും ചതിക്കാനൊക്കെ തീരുമാനിച്ചതുകൊണ്ട് അവരെ മദീനയിൽ നിന്ന് നബി തങ്ങൾ നാട് കടത്തുകയാണ്, പോവാൻ പറയുകയാണ്. അങ്ങനെ അവര് മദീനയിൽ നിന്ന് കുറെ ആളുകൾ ഷാമിലേക്കും ഏതാനും ആളുകൾ മദീനയുടെ പരിസരത്ത് തന്നെയുള്ള ഖൈബറിലേക്കൊക്കെ നാട് വിട്ടു പോവുകയാണ്. ഈ സംഭവത്തെ ചൊല്ലിയിട്ടാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. മനസ്സിലായല്ലോ? ചതിയന്മാരാണ് ജൂതന്മാര്, കൊടും വഞ്ചകരാണ്. മുൻപേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ആ ഒരു ചതിയും വഞ്ചനയുമാണ് ഫലസ്തീനികളുടെ മേലും അവർ നടത്തുന്നത്. അന്നൊക്കെ പോയതാണ്, നാട് കടത്തിയിട്ട് നബി തങ്ങളും കൂട്ടരും നാട് കടത്തിയിട്ടൊക്കെ ചെന്ന് പോയ ആളുകളാണ് ഫലസ്തീനിലുള്ള ജൂതന്മാര്. നമ്മൾ പറഞ്ഞല്ലോ, ഈ ബനൂ നദീർ ഗോത്രക്കാരിൽ നിന്ന് 1-2 കുടുംബങ്ങൾ മാത്രമേ മദീനയിൽ താമസിച്ചിട്ടുള്ളൂ, ഖൈബറിലേക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഷാമിലേക്കാ പോയത്. അന്നത്തെ ഷാം എന്ന് പറയുന്നത് ഇന്നത്തെ ലബനാന്, ജോർദാന്, ഫിലസ്തീന് ഒക്കെ ഉൾപ്പെടുന്ന ഏരിയകളാണ് അന്ന് ഷാം എന്ന് പറയുന്നത്. ഈ ജൂതന്മാരൊക്കെ അവിടെ ഇന്ന് ഫലസ്തീനികളുടെ മേലിൽ അക്രമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ വഞ്ചനകളൊക്കെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അള്ളാഹു തആല അവർക്ക്, ഫിലസ്തീനികളായ മുസ്ലിമീങ്ങൾക്ക് സമാധാനവും ഈമാനും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു 3 ഗോത്രങ്ങളാണ് മദീനയിൽ ഉണ്ടായിരുന്നത്. കൊടിയ വഞ്ചകരാണ് ജൂതന്മാര്. അതില് ബനൂ ഖുറൈളക്കാരായ ജൂതന്മാരെ ധാരാളം ജൂതന്മാരെ നബിത്തങ്ങള് കൊന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ആക്ഷേപിച്ചിട്ട് പലരും പറയാറുണ്ട്, ഇസ്ലാമിന്റെ മേല് കുതിര കയറാറുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹമ്മദ് മദീനയിൽ താമസിച്ചിരുന്ന ബനൂ ഖുറൈളയിലെ ജൂതന്മാരെ കൊന്നില്ലേ എന്നൊക്കെ. അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കള് പറയുമ്പോ ഇസ്ലാമിന്റെ മേൽ കരിവാരി തേക്കാന ഈ ഒരു സംഭവത്തെ ഉപയോഗപ്പെടുത്തുമ്പോ നമ്മുടെ സുന്നി പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകൾ തന്നെ അതിനെ നിഷേധിക്കാറുണ്ട്. നബി തങ്ങൾ അങ്ങനെ കൊന്നിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസികയില് അങ്ങനെ പരസ്യമായി എഴുതുക തന്നെ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ഗുരുവര്യര്, നമ്മുടെ മശായിഖ്മാരിൽപ്പെട്ടവരാണ്, നമ്മുടെ ഉസ്താദ്മാരുടെ പരമ്പരയിൽ വരുന്നവരാണ് വണ്ടൂരിലെ താജുൽ ഉലമ. പേരറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാണ്, KK സ്വദഖത്തുള്ള മൗലവി നവ്വർ അല്ലാഹു മർഖദ വനഫഅന ബിഉലൂമിഹി ഫിദ്ദാറൈൻ. സമസ്തയുടെ രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ 19ാമത്തെ വയസ്സിൽ മുഷാവറ മെമ്പറായ ആളാണ്. 17ാമത്തെയോ അല്ലെങ്കിൽ 19ാമത്തെയോ മെമ്പറാണ്, മുഷാവറ മെമ്പറാണ് ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ട കണ്ണീസ് ഉസ്താദിന്റെയൊക്കെ മുമ്പ് മെമ്പറായിട്ട് എഴുതപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ടവർ. രണ്ടുപേരും സതീർത്ഥ്യരാണ്, ശരീക്കുമാരാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരോട് ഈ വാരികയിൽ വന്നതിനെ കുറിച്ച് ചോദ്യം വന്നപ്പോൾ കൃത്യമായിട്ട് വിവരിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ ഫത്വകളൊക്കെ ക്രോഡീകരിക്കപ്പെട്ട സമ്പൂർണ്ണ ഫത്വയിലുണ്ട്. നബി തങ്ങൾ അന്ന് ജൂതന്മാരെ കൊന്നത് അക്രമമല്ല, തീർത്തും ആവശ്യമായിരുന്നു. ഏത് കാലത്തുള്ള ഭരണാധികാരിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വിധിക്കുക. ബനു നദീറും ബനു കൈനുകാ ഗോത്രങ്ങളും നബി തങ്ങളും വഞ്ചിച്ച് ചതിച്ച് കുതന്ത്രങ്ങൾ മെനഞ്ഞപ്പോ 2 വിഭാഗത്തെയും മദീനയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അത് ഉഹുദ് യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് ബനു നദീർ ഗോത്രക്കാരെ പുറത്താക്കിയതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബനു കൈനുകാ ഗോത്രക്കാരെയും പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ ശേഷിക്കുന്നതാകെ ബനു ഖുറൈള എന്ന ജൂതന്മാര് മാത്രമാണ്. അങ്ങനെ ബദറും ഉഹുദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഖന്തക്ക് യുദ്ധം നടക്കുമ്പോ, ഖന്തക്ക് യുദ്ധത്തില് മക്കക്കാരും മറ്റുള്ള ആളുകളും എല്ലാവരും കൂടെ ഒരു സഖ്യസേന ഉണ്ടായി. എല്ലാവരും കൂടെ ഇസ്ലാമിനെ തകർക്കാൻ മദീന വളഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് കുഴിച്ചല്ലോ. അതാണ്
അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധം എന്ന് പറയുന്നത്. ഈ സമയത്ത് മദീനയിൽ നബിതങ്ങൾ കിടങ്ങ് കുഴിക്കുമ്പോൾ മദീനയുടെ 4/3 ഭാഗത്തെ കിടങ്ങ് കുഴിച്ചിട്ടുള്ളൂ. ഒരു ഭാഗം ബനു ഖുറൈള ജൂതന്മാർ താമസിക്കുന്ന ഭാഗമാണ്. അപ്പൊ അവരുടെയും നാടാണല്ലോ. അവരുമായിട്ട് നബിതങ്ങൾ മുമ്പേ ഉള്ള സന്ധിയിൽ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമവും വേണ്ട, എതിർക്കലും വേണ്ട, നല്ല രീതിയിൽ പോവാന്നുള്ള ആ സന്ധിയിൽ തന്നെയാണ് അവരുള്ളത്. അപ്പൊ അവരുടെയും കൂടെ നാടാണല്ലോ മദീന. അപ്പൊ അവർ താമസിക്കുന്ന ബനു ഖുറൈള ജൂതന്മാർ താമസിക്കുന്ന ആ ഭാഗത്ത് നബിതങ്ങൾ കിടങ്ങ് കുഴിച്ചില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം കിടങ്ങ് കുഴിച്ചു. അതിലൂടെ അക്രമികളും മദീനയിലേക്ക് വരികയാണെങ്കിൽ ഈ ജൂതന്മാര് അവരെ പ്രതിരോധിക്കും എന്ന പ്രതീക്ഷയിൽ. പക്ഷെ ആ ഭാഗത്തിലൂടെ മക്കയിലുള്ള മുശ്രിക്കീങ്ങളും വത്ഫാൻ ഗോത്രക്കാരും ഇവരെല്ലാവരും കൂടെ സംയുക്തമായിട്ട് മദീന ആക്രമിച്ചപ്പോ കിടങ്ങില്ലാത്ത ബനു ഖുറൈളക്കാരുടെ വീടുകൾക്കരികിലൂടെ അവർ താമസിക്കുന്ന ഭാഗത്തിലൂടെ ഇവർ മദീനയിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. ബനു ഖുറൈളക്കാർ അതിന് ഒത്താശ ചെയ്തു കൊടുത്തു. അവര് സ്വന്തം നാടിനെ ചതിച്ചു. സ്വന്തം രാജ്യത്തിന്റെ രക്ഷക്കാവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ശത്രുക്കൾക്ക് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുകയും സ്വന്തം രാജ്യത്തിനോട് അതിക്രമം കാണിക്കുകയും രാജ്യദ്രോഹ കുറ്റം ചെയ്യുകയും ചെയ്തു. ഏതായാലും അല്ലാഹു തആലാന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും സഹായം കൊണ്ടും ഈ അഹ്സാബില് പങ്കെടുത്ത സഖ്യസേനയെ മുഴുവൻ അല്ലാഹു തആല തുരത്തി ഓടിച്ചു, മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകി. ആ ഖന്തഖ് യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് നബി തങ്ങള് ബനു ഖുറൈളക്കാർ ചെയ്ത ചതിയും വഞ്ചനയും ജിബ്രീൽ വന്ന് പറഞ്ഞ്, ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾ ആയുധം താഴെ വെച്ചോ? ആയിട്ടില്ല, ഞങ്ങൾ ആയുധം താഴെ വെച്ചിട്ടില്ല, പോകൂ യുദ്ധത്തിന്. എങ്ങോട്ടെന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോഴാണ് ജിബ്രീൽ പറയുന്നത് ബനു ഖുറൈളയിലേക്ക്. അങ്ങനെ അവരുടെ കുതന്ത്രങ്ങളൊക്കെ നബി മനസ്സിലാക്കിയിട്ട് നേരെ ബനു ഖുറൈളയിലേക്ക് പോവുകയാണ്. അവരും കോട്ടയിൽ ഒളിച്ചു. അങ്ങനെ ആ കോട്ടയിൽ നിന്നും പുറത്തിറങ്ങാതെ അവർ നിന്നു. നബി തങ്ങൾ കോട്ടയുടെ പുറത്ത് അവർ ഉപരോധിച്ചു. അവസാനം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് ഇഷ്ടക്കാരനാണ്, അവർ അംഗീകരിക്കുന്ന ആളാണ്. നബി തങ്ങളുടെ സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ്. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് റെഡിയാണ് എന്ന് ഈ ബനു ഖുറൈള ജൂതന്മാർ അറിയിച്ചു. അങ്ങനെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മധ്യസ്ഥതയിൽ ഈ ജൂതന്മാരും നബി തങ്ങളും ചർച്ചയ്ക്കിരുന്നു. സഅദ് ഇബ്നു മുആദിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനം രണ്ടു കൂട്ടരും അംഗീകരിക്കുക എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. മധ്യസ്ഥൻ ഉണ്ടായ പിന്നെ അങ്ങനെയാണല്ലോ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവരെ കൊല്ലാൻ തീരുമാനിച്ചു. മധ്യസ്ഥന്റെ വിധി അതായിരുന്നു. രാജ്യദ്രോഹം കുറ്റം ചെയ്തതുകൊണ്ട്, സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തതുകൊണ്ട് അവരെ കൊല്ലപ്പെടണം, അവരെ വെച്ചൂടാ എന്ന തീരുമാനത്തിൽ അവരെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇത് ഇസ്ലാമിന്റെ മേലിൽ കുതിര കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ നിയമങ്ങൾ ചോർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവനെ പൂജിക്കുകയാണോ ചെയ്യുക? അത്രയേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇരിക്കട്ടെ, ഏതായാലും ഈ 3 ഗോത്രങ്ങളാണുള്ളത്. അതിൽ ബനു നദീർ ഗോത്രക്കാരുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് ഈ ആയത്തിൽ സൂറത്തിൽ പറയുന്നത്. നമുക്കൊന്ന് തുടങ്ങി വെക്കാം, സമയം ദീർഘിച്ചിട്ടുണ്ട്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സബ്ബഹ ലില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മാലിയാണെങ്കിലും മാലിയുടെ അർത്ഥത്തിനിക്കല്ല, വാഴ്ത്തിയിട്ടുണ്ട് എന്നല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ അംഗീകരിച്ചു കൊണ്ടേയിരിക്കുന്നു, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ അള്ളാഹുവിന്റെ പരിശുദ്ധിയുടെ മേൽ അറിയിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആര്? മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വതും. ഐ നസ്സഹു, സബ്ബഹ ലില്ലാഹിയുടെ അർത്ഥം നസ്സഹു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രഖ്യാപിക്കുന്നു, വിളിച്ചറിയിക്കുന്നു. ഹു തമീർ അള്ളാഹുലേക്ക്. അപ്പൊ ഹു അള്ളാഹുബയുടെ മഫ്ഊലാണ്. ഫല്ലാമു മസീദത്തുൻ, ലില്ലാഹി മഫ്ഊലിൽ ലാമു സായിദാണ്. സബ്ബഹ അല്ലാഹ മാ ഫിസ് സമാവാതി, മാ മൗസൂല ഫായില്. അപ്പൊ ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. വഫിൽ ഇത്യാനി ബിമ്മ, മായെ കൊണ്ടുവന്നു. മാ വയറ് ആക്കലിനിക്കുള്ളതാണല്ലോ, മൻ ഉക്കലാനിക്കുള്ളതാണല്ലോ. അങ്ങനെ മാ കൊണ്ടുവന്നതിൽ ഉണ്ട് തഗ്ലീബുൽ അക്സരി, അക്സറിനെ തഗ്ലീബ് ചെയ്യലുണ്ട്.
തവലീബ് എന്ന് പറഞ്ഞാലൊക്കെ അറിയാലോ, ഫാത്തിഹയുടെ തഫ്സീറിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റബ്ബിൽ ആലമീൻ അതിന്റെ തഫ്സീറിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതലും വൈറയാക്കിലാണല്ലോ, ബുദ്ധിയില്ലാത്ത നിർജീവ വസ്തുക്കളാണല്ലോ ആകാശഭൂമിയിലുള്ള പടപ്പുകളിൽ ഏറ്റവും കൂടുതലുള്ളത്. ബുദ്ധിയുള്ളവരല്ല, ബുദ്ധിയുള്ളവരും മലക്കുകളും മനുഷ്യരും ജിന്നുകളും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ വിഭാഗവും വയറ് ആക്കിലാണ്. ജീവനുള്ളതും ജീവനില്ലാത്തതൊക്കെ ആയിട്ട് വയറ് ഉക്കല ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അധികരിച്ച വസ്തുക്കൾ അവരായതുകൊണ്ട്, വയറ് ആക്കിലായതുകൊണ്ട് അവർക്കുള്ള പദം അതിനിക്ക് സ്ഥാനം കൊടുത്തിട്ട് ആ പദം പ്രയോഗിച്ചതാണ്. ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അവന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അവനിക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പടപ്പുകളെ കൊണ്ടെല്ലാം അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ അവയിൽ നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വഹുവൽ അസീസുൽ ഹക്കീം, വഹുവ ആ അല്ലാഹു അൽ അസീസു, അവൻ വലിയ പ്രതാപശാലിയാണ്, ഇസ്സത്തുള്ളവനാണ്. അൽ ഹക്കീമു, വലിയ തന്ത്രജ്ഞനുമാണ്. അൽ ഹക്കീമു ഫി മുൽക്കിഹി വസുൻഇഹി, അവന്റെ അധികാരത്തിലും അവന്റെ രാജഭരണത്തിലും വസുൻഇഹി, അവന്റെ പ്രവർത്തനങ്ങളിലെല്ലാം വലിയ ഹിക്മത്തുള്ളവനാണ്. വലിയ ഇസ്സത്തും പ്രതാപവും വലബത്തും ഉടയവനാണ്. ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം, ഹുവ ആ റബ്ബാണ്, അല്ലദീ ഒരുത്തൻ. എങ്ങനത്തെ ഒരുത്തൻ? അഖ്റജല്ലദീന കഫറൂ, ആ റബ്ബാണ് കാഫിരീങ്ങളായ ആളുകളെ പുറത്താക്കിയത്. മിൻ അഹ്ലിൽ കിതാബി, ജൂതന്മാരിൽപ്പെട്ട കാഫിരീങ്ങളെ. മിൻ ദിയാരിഹിം, അവരുടെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും അവരെ പുറത്താക്കി. ആ റബ്ബ്, ആ പുറത്താക്കിയത് ഈ അള്ളാഹുവാണ്. ബനു നദീർ ഗോത്രക്കാരെ പുറത്താക്കിയ സംഭവമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.